സ്വന്തം ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിനു വേണ്ടിയാണ് ആരോരും തുണയില്ലാത്ത ഈ അമ്മയുടെ സമരം. പ്രദേശവാസിയിൽ നിന്ന് വില കൊടുത്ത് ഭർത്താവ് 30 വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതാണ് ഈ ഭൂമി. 8 വർഷങ്ങൾക്ക് മുമ്പാണ് ആ പുരയിടം പുറമ്പോക്കാണെന്ന് അറിയുന്നത്. അന്നു മുതൽ ഭൂമിക്ക് പട്ടയം ലഭിക്കാനായുള്ള നെട്ടോട്ടത്തിലായിരുന്നു ലതിക. അങ്ങനെ കഷ്ടപ്പെട്ട് മേടിച്ച പൈസയായിരുന്നു. കിടക്കളയിലോണ്ട് ആ മൂത്ത പെങ്ങളെ കല്യാണത്തിന് എന്റെ കയ്യിൽ മേടിച്ചതിന് പോയതാ കൊണ്ടുവന്ന് കെട്ടിച്ച്. അന്ന് പറഞ്ഞ എനിക്ക് സ്ഥലം തരാന്ന് പറഞ്ഞ് ഞാൻ മേടിച്ച ആളുമില്ല, കൊടുത്ത ആളുമില്ല, മാറത്തില്ലെന്ന് പറഞ്ഞു. എന്നാലും എന്നെ മാറ്റുന്നെന്ന് പറഞ്ഞു. എൻ്റെ കൂടെ ഒന്നും ചെയ്യാൻ പറഞ്ഞില്ല. ആദ്യം എൻ്റെ പറഞ്ഞ 6 മാസത്തിനകം ഞാൻ ചെയ്തു വരുമെന്ന്. എന്നിട്ട് പിന്നെ പറഞ്ഞു. പട്ടയത്തിനുള്ള അപേക്ഷ 8 വർഷമായി പരിഗണിക്കുന്ന അധികൃതർ എന്നാൽ നടപടി സ്വീകരിക്കുന്നില്ല. ഇതോടെയാണ് കിടപ്പ് രോഗിയായ ഇവർ നാട്ടുകാരുടെ കൂടി സഹായത്തോടെ വില്ലേജ് ഓഫീസിൽ പ്രതിഷേധിച്ചത്. ഒരു പരാതി തന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. അത് നമ്മള് ഈ കക്ഷി പൊതുവൽ പദ്ധതി റിപ്പോർട്ട് താലൂക്കിലോട്ട് അയച്ചിട്ടുണ്ട്. ഇനമാറ്റത്തിന്റെ നടപടി കൊടുത്തിട്ടുണ്ട്. താലൂക്കിലാണ് ഈ ഫയൽ പെൻഡിങ്. അപ്പച്ചിയും മാമനും കഷ്ടപ്പെട്ട് കൂലിവേല ചെയ്താണ് ഈ വസ്തു വാങ്ങിയത്. വാങ്ങിച്ച് അവര് ഇവിടെ വീട് വെച്ച് താമസമായിരുന്നു. ഇപ്പൊ അറിയുന്നത് ഇത് തരിശായിരുന്നു. നേരത്തെ പഴയ ഒരു വീടുണ്ടായിരുന്നു. ആ വീട് പൊളിച്ചിട്ട് ഇപ്പൊ പുതിയ പഞ്ചായത്തിൽ നിന്ന് വീട് കിട്ടി. ഇപ്പൊ തരിശെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അവസാനം ഉന്നത റവന്യൂ ഉദ്യോഗസ്ഥർ വിഷയത്തിൽ ഇടപെട്ടു. ലതികയുടെ പ്രശ്നം അടുത്ത അദാലത്തിൽ പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകി. ഇതോടെയാണ് ലതിക സമരം അവസാനിപ്പിച്ച് പിരിഞ്ഞുപോയത്. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.